മക്കളെ എല്ലാവർക്കും നമസ്കാരം. മക്കളെ ഇന്ന് ഞാനൊന്നും ചെയ്തില്ല, ഇന്ന് വീഡിയോയും പിടിച്ചില്ല. ശാരീരികവും മാനസികമായിട്ട് അങ്ങ് വയ്യായിരുന്നു. ഭക്ഷണം ഉണ്ടാക്കിയില്ല, ഇച്ചിരി കഞ്ഞി മാത്രം വെച്ചു. പക്ഷെ നമ്മുടെ കുട്ടന്മാർക്കൊക്കെ മീനും ചിക്കൻ്റെ കാലും രസമോൾക്ക് മീനും ഒക്കെ കൊടുത്തു. പക്ഷെ ഞാനിവിടെ മീനും ചിക്കനും പച്ചക്കറിയും എല്ലാം ഇരിപ്പുണ്ട്. ഞാനൊന്നും ചെയ്തില്ല മക്കളെ. ഇവിടെ ആരും ഇല്ലായിരുന്നു. ഓരോ ആൾക്കാർക്കും എല്ലാവരും ഓർക്കും കാഴ്ചപ്പാട് നമുക്കാർക്കും ഒരു പ്രശ്നമില്ലെന്ന്. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള പ്രശ്നങ്ങളാണല്ലോ മക്കളെ. അതുകൊണ്ട് എനിക്കിന്നൊരു സുഖം തോന്നിയില്ല, ഒന്നും ചെയ്തില്ല ഞാൻ. അപ്പോൾ എനിക്ക് വിശക്കുന്നതിന് എന്തെങ്കിലും കഴിക്കണമല്ലോ. അതിന് ഞാൻ ഇന്നൊരു ഭക്ഷണം കഴിച്ച മക്കളെ, അത് നിങ്ങളെ ഒന്ന് കാണിക്കാനേ കേട്ടോ. ഇതാ പച്ചമുളക് ചതച്ചത്. ഇതിനകത്ത് ഞാൻ സവാള, വലിയൊരു സവാള ഉള്ളി അരിഞ്ഞിട്ട് ഇത് ഇടുകല്ലേ വെച്ചൊന്ന് ചതച്ച് ഒരു ഇച്ചിരി ബുഷ് ഓറഞ്ചിൻ്റെ ചാറ് ഒഴിച്ച് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ പച്ചക്കറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ഒരു പച്ചക്കറി ഇരിക്കണമെന്ന് വിചാരിച്ച് സവാള കഴിക്കുന്നത് കുഴപ്പമില്ലാത്തത് സവാള മാത്രം ആ എരിവും പുളിയൊക്കെ കൂടെ ചേർത്ത് കുടിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. കുടിച്ചു കഴിഞ്ഞ മക്കളെ എനിക്കൊന്നും വയ്യ. എൻ്റെ വയറിന് വെപ്രാളവും പരിവേശവും ദിവസവും അസിഡിറ്റിയുടെ ഗുളിക കഴിച്ചുകൊണ്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. ഇന്ന് ഇല്ലായിരുന്നു രാവിലെ. പിന്നിപ്പോൾ ഞാൻ എന്തായാലും കഴിച്ച് ഒരെണ്ണം നോക്കിയെടുത്ത് എന്തായാലും ഒരെണ്ണം കഴിച്ച്. ഇപ്പോൾ എനിക്ക് വയ്യ മക്കളെ, തീരെ വയ്യ. പക്ഷേ ഈ പച്ചമുളക് ഞാൻ കഴിച്ചില്ല, ആ ഉള്ളി സവാള ഉള്ളി മാത്രമേ എടുത്ത് കഴിച്ചുള്ളൂ. ഇതിനെന്തെങ്കിലും ഹോം റെമഡി ഉണ്ടോ, എന്തെങ്കിലും പരിഹാരം ഉണ്ടോ മക്കളെ, ഒന്ന് പറഞ്ഞു തരാമോ? അതിനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. ഞാനിന്ന് വീഡിയോ ഒന്നും പിടിച്ചില്ല. നമ്മുടെ പുറത്തുനിന്ന് നായ്ക്കുട്ടകന്മാർ ഉച്ചയ്ക്ക് വരുന്നവർക്കൊക്കെ കൊടുത്ത് അവർക്കൊക്കെ ഈ ചിക്കൻ്റെ നല്ല ചിക്കൻ കറി വെച്ചത് അതിൻ്റെ വേസ്റ്റും കറി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനിങ്ങനെ ഇന്ന് കഴിച്ചുകൊണ്ട് എനിക്ക് വയറിന് ഭയങ്കര അസ്വസ്ഥത മക്കളെ. അതിന് വല്ല പരിഹാരം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോ? ശരി മക്കളെ.